അസ്സലാമലൈക്കും. ഫാത്തിമ പൊന്നോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധൃതി പിടിച്ച് എവിടേക്ക് പോകണമെന്നറിയോ? ഇതിലേക്ക് പറയാനൊന്നും ഒഴിവില്ല. വാതിലൊക്കെ അടച്ച് ഓടുകയാണ്. അവിടെ അനിയത്തിമാർ പട്ടാമ്പിയിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ചെറിയ അനിയത്തിക്ക് വേണ്ടിയിട്ട് അവളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതിന് സർപ്രൈസായിട്ടല്ല, അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ മൂന്നാളുടെയും വക അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പട്ടാമ്പിയിൽ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നെസ്റ്റോയിലേക്ക് പോകണം. പിന്നെ ഡ്രസ്സൊക്കെ എടുക്കണം അവൾക്ക് കേട്ടോ. കോൽമുട്ടായി കോൽമുട്ടായി നല്ല ഇഷ്ടമുണ്ടല്ലോ. ഐസ് നോക്കിക്ക, ഐസ് നോക്കിക്ക, ഐസ് ചിരിച്ച എവിടെ നിക്കണ്, അവളെവിടെ നിക്കണ്, എവിടെ നിക്കണ്? സത്യം പറഞ്ഞാൽ ഇവിടെ നെസ്റ്റോല് വന്നിക്കണ എന്തിനാണെന്നറിയോ? ഇവിടെ ഒരാളെ കാണാണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആദ്യം ഇങ്ങോട്ട് വന്നിക്കുന്നത്. ഞങ്ങൾ പർദ്ദക്കടയിലേക്കാണ് സംഭവം വന്നിരിക്കുന്നത്. പട്ടാമ്പിയിൽ ഇതിൻ്റെ അടുത്ത് തന്നെ പർദ്ദക്കട ഉണ്ട്. ആ പർദ്ദക്കടയിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഒരാളെ കാണാണ്ട് ഒരു ഫ്രണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്, എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നിക്കണത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വെയിറ്റ് ലോസിൻ്റെ ജേണിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ AMR ഫിറ്റ്നസ്സിൻ്റെ വെയിറ്റ് ലോസ് ജേണിയിലായിരുന്നു. അപ്പോൾ 21 ദിവസത്തെ ചലഞ്ചിൽ ഞാൻ ഫസ്റ്റ് വിന്നറായിരിക്കുകയാണ്. എൻ്റെ അനിയത്തിയും അതിലത്തെ AMRയിലത്തെ ആണ് കേട്ടോ. മുനീറ മാം അതിൽ ഡയറ്റീഷ്യനാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് അസ്മ മാം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അവർ ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. 21 ഡേയ്സ് കൊണ്ട് 11 kg ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെനിക്ക് അതിൻ്റെ പ്രൈസ് തരാൻ വേണ്ടിയിട്ട്, ഇവിടെ വെച്ച് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഏതായാലും പർദ്ദെടുക്കാൻ വരുമ്പോൾ ഞാൻ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് എനിക്കത് പ്രൈസ് തരാം. അപ്പോൾ അസ്മ മാം ഇവിടെ വരും. അപ്പോൾ ഒരുമിച്ചിട്ട് എല്ലാവർക്കും കൂടി വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാന്നുള്ള പ്ലാനിങ്ങിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാൾ വരുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിർത്തിയതാണ്. അങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ അവർ വന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് പോകുക കേട്ടോ. അതല്ല റീച്ചാവട്ടെ, അതല്ലേ നിങ്ങൾ എടുത്തില്ലെങ്കിൽ പിന്നെ ആരുടെ എടുക്കുക? ക്യാഷ് പ്രൈസിൽ പിടിച്ച് നിൽക്കേണ്ട ഓരോരുത്തർ കാണുന്നവർ നോക്കി പോകാനിട്ടാ. ഇതെന്താ ഏതാന്നൊക്കെ ഒരു ഡയറ്റീഷ്യൻ്റെ ഒരാൾ കണ്ടപ്പോൾ അത് ചോദിച്ചിട്ട് അങ്ങനെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാവരും ഇത് കൈ പിടിച്ച് നിൽക്കാനായിട്ട് എല്ലാവരും നോക്കിയിട്ട് പോകുന്നുണ്ട്. 10,000 രൂപയാണോ 1,00,000 രൂപയാണോ നോക്കിയിട്ടാണ് തോന്നുന്നുണ്ട്. എന്താ സംഭവം എന്ന് വിചാരിച്ച് എല്ലാവരും നോക്കുന്നുണ്ടായി. കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത പർദ്ദക്കടയിലേക്ക് പോയിട്ട് അസ്മാത്ത പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി. ഞങ്ങൾ പർദ്ദെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പർദ്ദെടുക്കണം, അവൾക്കൊരു ചെരുപ്പ് എടുക്കണം, അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത കടയിലേക്ക് വന്നു കേട്ടോ. പർദ്ദൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ. പർദ്ദ സെലക്ട് ചെയ്ത് എവിടെ എത്തുമോ എന്തോ. ഞാൻ കുറേ നോക്കി മടുത്ത് പിന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമൊക്കെ കിട്ടിയിരിക്കണു. എന്തായാലും ഇനി മൊബിക്ക് ഇഷ്ടപ്പെട്ടാൽ മതി. എന്തായാലും മൊബി ഭയങ്കര സന്തോഷത്തിലാവും എന്ന് വിചാരിക്കണം. ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അവളൊന്ന്, ഇത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് രണ്ടാൾക്കും അറിയാത്തൊരു സർപ്രൈസ് കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. അതെനിക്ക് വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. വേറെ ഒരു സർപ്രൈസും കൂടി ഉണ്ട്. ഡ്രസ്സ് ഇത് ഞങ്ങളുടെ വക അവൾക്ക് കൊടുക്കുന്നതാണ്. പക്ഷെ ഇപ്പാക്കറിയാം, ബിലാൽ മോൻക്കറിയാം, ഉമ്മാക്കറിയാം, എനിക്കറിയാം, വേറെ ആർക്കും അറിയില്ല, എൻ്റെ മക്കൾക്ക് അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസും കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. അതറിയുമ്പോൾ ഇവരുടെ ഇതും കൂടി ഒന്ന് അറിയണം.
അടുത്തതൊന്ന് ചെറുതായി ഒന്ന് ഫുഡ് അടിക്കാൻ പോവാട്ടാ. പുറത്തിറങ്ങിയ പിന്നെ ഫുഡ് അടി നിർബന്ധമല്ലേ. അപ്പോൾ നമ്മുടെ കൊച്ചുമോളുടെ വക ഞങ്ങൾക്കൊരു ട്രീറ്റ്. ഐശോ നമ്മള് ഫാനൊന്നും ഇല്ല ഇവിടെ. പ്രത്യേക ഫ്ലേവറാണ്. ഒരു പ്ലേറ്റ് പറയിട്ടാ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതോടെ കഴിഞ്ഞിട്ട് ഇനി അവരങ്ങനെ വീട്ടിലേക്കും പോവും, ഞാനങ്ങനെ വീട്ടിലേക്കും പോവും. ഇനി നാളെ ഇൻഷാ അള്ളാ കാലത്ത് വീട്ടിലേക്ക് പോകണം. അപ്പോൾ മുബി വന്നിട്ടുണ്ടാവും. അവിടെ രാവിലെ അവിടുന്ന് അവളെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് അങ്ങനെ വരും. അങ്ങനെ ഞാനിതാ പിറ്റേ ദിവസം ഇട്ടോണ്ടക്ക് പോവുകയാണ്, ഞാനും ഫാത്തിമയും കൂടിയിട്ട് കേട്ടോ. പൊന്നു ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു, മദ്രസ പൂട്ടിയ കാരണം ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സർപ്രൈസ് ആയിട്ട് ഇതാ പോവാട്ടോ. ഞാൻ ബസ്സിന് കാത്തിക്കുകയാണ്. ഇതിലുള്ള സർപ്രൈസ് മറ്റവർക്കൊന്നും അറിയില്ല, 3 അനിയത്തിമാർക്കും അറിയില്ല കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഞങ്ങൾ ബസ് ഇറങ്ങി ഞാനും ഫാത്തിമയും കൂടിയിട്ട് ഇതാ സർപ്രൈസ് ആയിട്ട് പോവാണ്. മറ്റത് പിന്നെ വീട്ടിലുണ്ട്, ഇന്നലെ ഡ്രസ്സ് എടുത്തതും ചെരുപ്പും അതൊന്നും മുബി കണ്ടിട്ടില്ല. അതൊക്കെ ഇന്ന് ഞങ്ങൾ സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കാണിച്ച് സർപ്രൈസ് ഇവിടെ ഉണ്ട്, ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒപ്പിക്കും എന്നറിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. അയ്യോ വയ്യ. എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. സർപ്രൈസൊക്കെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവുകയെന്ന് അറിയില്ല. അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. അങ്ങനെ വീട്ടിലെത്താറായിട്ടുണ്ട്. എന്താ പറയുക, സർപ്രൈസ് വീഡിയോ ഒരുപാട് സർപ്രൈസുകൾ പൊളിക്കാണ്ടെന്ന്. കുറച്ചൊന്നുമല്ല, 2-3 സർപ്രൈസുകൾ പൊളിക്കാണ്ട്. വീഡിയോയിൽ എടുത്തിട്ടൊക്കെ വരുമ്പോൾ എല്ലാവരോടൊക്കെ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരോടും റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും ശബ്ദം കേൾക്കാണ്ട്, കുട്ടികൾ കരയുണ്ട്, മഴ കൊണക്കാട്ടുണ്ട് കേട്ടോ. എന്നാ ഇതുകൂടി കൂടി പിടിച്ചോ. അസ്സലാമു അലൈക്കും. അങ്ങനെ മൂവിക്ക് അവള് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. മൂവിയുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് മൂവിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എന്നോർക്കട്ടെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൂവി. അപ്പൊ നമ്മള് 3 താത്താരുടെയും ആങ്ങളുടെയും ഉമ്മാടെയും ഉപ്പാടെയും എല്ലാവരുടെയും വക മൂവിക്ക് ഇവിടെ ഒരു വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ്. എന്താണെന്നറിയോ, എന്റെ ഹസ്ബൻഡും എന്റെ അനിയത്ര ഹസ്ബൻഡും എന്റെ ചെറിയ അനിയത്ര ഹസ്ബൻഡും ഒക്കെ നാട്ടിലുണ്ട്. ഇവളെ ഹസ്ബൻഡ് മാത്രമാണ് ഗൾഫിലുള്ള ആള്. അപ്പൊ അവൾക്ക് അവനില്ലാത്തൊരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവൻ ഇല്ലാത്ത വിഷമം ഞങ്ങളിത് കൊടുത്താലും തീരില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് അവൻ കൂടെ ഉണ്ടാവട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങളൊരു സന്തോഷത്തിന് അവൾക്കൊരു സർപ്രൈസ് ഒരുക്കിയതാണ്. ഹാപ്പി അല്ലേ? ഈ സർപ്രൈസ് നോക്കിക്കോളൂ. ആങ്ങളൊക്കെ വാങ്ങുക. കേക്കിന്റെ മോഡൽ എങ്ങനെയുണ്ട്? കേക്ക് എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ കാണാന്? സർപ്രൈസ് നോക്കൂ, താത്താര വാങ്ങ സർപ്രൈസ്. പർദ്ദ പർദ്ദ അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാരും വല്യാത്താണ് പറയാൻ പറ്റില്ല. ചെരുപ്പ് എങ്ങനെയുണ്ട്? ചെരുപ്പുണ്ടാവും വിചാരിച്ചാ? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അറിയോ ഈ സർപ്രൈസ്? ആർക്കെങ്കിലും അറിയോ? ഇതെന്താന്നറിയോ? കൊച്ചുമോൾക്ക് അറിയോ?
അപ്പൊ ഈ സർപ്രൈസ് കൊച്ചുമോൾക്ക് അറിയില്ല, മുർഷിക്ക് അറിയില്ല, മുബിക്ക് അറിയില്ല, ഉമ്മക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ഉപ്പാന്റെ വക, ഇപ്പാന്റെ വകയത് ബിലാൽ മോന്റെ ഇപ്പാന്റെ വക. ഇതാർക്കെങ്കിലും അറിയോ? ഇത് ഗൾഫിൽ നിന്ന് എത്തിച്ചു. അത് അവിടെ നിന്നോടെ ഇരുന്നു. അപ്പൊ ഇത് അനക്കുള്ള നമുക്ക് എല്ലാവർക്കും സർപ്രൈസ്. നമുക്ക് എല്ലാവർക്കും സർപ്രൈസാ. ഉമ്മ ഇതൊരു സർപ്രൈസ് ഉണ്ട്, എടുത്തോടുന്നാണ് മൂവിക്കുള്ള സർപ്രൈസ്. വേഗ് തുറക്കൂ, വേഗ് തുറക്കൂ. എന്താണ് സർപ്രൈസ്? മുർഷിക്കുള്ള സർപ്രൈസ് ആട്ടാ ഇത്. പുതിയ ന്യൂ മുർഷി വേഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ആള് പ്രഗ്നന്റ് ആണ് അല്ലേ? ആള് പ്രഗ്നന്റ് ആണ്. 2 കുട്ടികളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോവാൻ വേണ്ടിട്ട് അല്ലേ മുർഷിയെ പലരോട് ബാഗ് പറയണം. അപ്പൊ ഈ മുട്ടായും ഈ മിഠായി ബാഗ് കൂട്ടാണ് ഇപ്പൊ കൊടുത്തയച്ചത് വെച്ച് മോളെ കേട്ടാ. ഈ മുട്ടായി ബാഗ് കൂടി ഇപ്പൊ കൊടുത്തയച്ചതാ. എന്റെ വീട്ടിലായിരുന്നു. ആവേശം. ഫോൺ എങ്ങനെയുണ്ട്? കുട്ടികളൊന്നും പറഞ്ഞില്ല. തുറന്ന് കാണിച്ചു വീഡിയോ ഓഫ് ആക്ക്. ഇതൊക്കെ കാണിച്ച വീഡിയോ ബിലാൽ മോന്റെ ഇപ്പ. നമുക്ക് ഫോണ് കാണിച്ചു കൊടുത്താ. ഫോണിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. എന്താ പറഞ്ഞ സർപ്രൈസ്? പൊളിഞ്ഞു, ഒക്കെ പൊളിഞ്ഞു. വിചാരിക്കാതെ സർപ്രൈസ് ആയി. ഞങ്ങളൊക്കെ സർപ്രൈസ് ആയി. ഇവിടെ സത്യത്തിൽ കൊച്ചുമോള് ഫുള്ള് ആകെ ടെൻഷൻ അടിച്ചിട്ട് സർപ്രൈസ് അല്ലേ എല്ലാ സർപ്രൈസും പൊളിഞ്ഞു വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. സർപ്രൈസ് പ്രതീക്ഷിച്ചില്ല. എല്ലാരും സർപ്രൈസ് ആയി. ബർത്ത്ഡേ എന്താണ് ആനിവേഴ്സറിയുടെ കേക്കൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ രണ്ടാളും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാ. പോരെ നമുക്ക് കേക്ക് മുറിക്കവാ. കേക്ക് മുറിക്കാം മകളെ. ഐഷുവോ കേക്ക് കാണിച്ചു കൊടുക്കട്ടെ. അടിപൊളി കേക്ക് അല്ലേ ഐഷു? നമുക്ക് കേക്ക് കഴിക്കണ്ടേ? സല മോനെ കേക്ക് ചെരുപ്പെടുത്ത ആ ഫർദ കേക്ക് മുറിക്ക. കേക്ക് ആ ചോക്ലേറ്റിന് വെച്ചാ അടിപൊളി ചോക്ലേറ്റ് ആണ്. കുനാഫ ഇതവിടെ ഇരിക്കാൻ കണ്ടിട്ട് പെണ്ണുങ്ങളെ ആകെ സർപ്രൈസ് ആയില്ലേ? എല്ലാവർക്കും സർപ്രൈസ് ആയി. കേക്ക് ആരും മുറിക്കണേ? സല ഐശ്വ ഈ മുറിക്കണ്ട കേക്ക് മുറിക്കണാ? കേക്ക് മുറിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മുബി. സലമോനെ ഇടക്കൊന്ന് മുബിനെ നോക്കിക്കട്ടാ. ഐഷു കേക്ക് മുറിക്കല് ഉപ്പ കാണട്ടെ. ഇപ്പാക്ക് അല്ലാ ഉപ്പാക്ക് നോമ്പാണ്. ഇപ്പാക്കും ഉമ്മാക്കൊക്കെ നോമ്പാ. സന്തോഷായില്ലേ മുബിയെ? സൂപ്പറായില്ലേ? ഹാപ്പി? ട്രിപ്പിളല്ല, 4th. ഡബിളും ട്രിപ്പിളൊക്കെ ഹാപ്പി ആയില്ലേ? അബായൊക്കെ പറഞ്ഞിണ്ടായിരുന്നേ, പക്ഷെ ഫോണുള്ള കണ്ടപ്പോ ഞെട്ടി. വെറുതെ അല്ല അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അല്ല അമ്മ, ഞാൻ എന്റെ പഴയ ഫോൺ നേരാക്കി കൊടുക്കേണ്ട കാര്യം പറയുമ്പോ അതൊന്നും ഇപ്പൊ ചെയ്യണ്ട, അതിന്റെ ഒന്നും ഇപ്പൊ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
ഇങ്ങനെ സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. ഉപ്പാനെ കാണാനില്ലല്ലോ, എന്താ കളറിലേക്ക് ഇല്ലില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സന്തോഷായി. റാഹത്തായി. ഇപ്പാക്കൊരു സമാധാനം ഉണ്ടാവില്ലടി. ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ഒരു വക വിളിക്കല്. ബിലാൽ മോനക്ക് ഫോണ് തരായിട്ടേ ബിലാൽ മോനക്ക് ഇപ്പൊ സമാധാനായി ഉണ്ടാവുക. ഇപ്പ അതാ കുനാഫ ചോക്ലേറ്റ് ഇട്ടാ നോക്കട്ടെ. ചോക്ലേറ്റ് കാണിച്ചെന്നറാ ഇപ്പൊ കൊടുന്നല്ലേ. അടിപൊളിയാ. നോട്ടെ കഴിച്ച ടേസ്റ്റ് നോട്ടെ. ടേസ്റ്റ് ഉണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.